പശ്ചിമേഷ്യയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങിയതോടെ ട്രംപും പുതിനും ഒന്നുകൂടി കാണും. ഇനി റഷ്യ-ഉക്രൈൻ യുദ്ധവും പരിസമാപ്തിയിലേക്ക് എത്താൻ ഇരുവരും ചർച്ചകൾ നടത്തിയേക്കും. പുടിന്റെ വജ്രായുധത്തെ ഭയക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് ഈ യുദ്ധം ഒന്ന് അവസാനിക്കണേ എന്ന്. നമുക്ക് കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. ചോര ചീറ്റിയ നിലവിളി ശബ്ദങ്ങൾ മുഴങ്ങിയ ഒരു ദുരിതകാലത്തിന് അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. എത്ര സന്തോഷത്തോടെയും അതിലേറെ ആഹ്ലാദത്തിലുമാണ് നമ്മൾ ആ വാർത്ത കേട്ടത് എന്നോർത്തു നോക്കൂ. പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു എന്ന വാർത്ത എത്രത്തോളം ആശ്വാസകരമായിരുന്നു നമുക്കത്. കഴിഞ്ഞ 15 മാസക്കാലം നീണ്ടുനിന്ന ഹമാസ് ഇസ്രയേൽ പ്രശ്നങ്ങൾ ട്രംപ് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടെന്ന വാർത്ത എത്രത്തോളം സന്തോഷകരമായിരുന്നു അല്ലേ? ഒരു ദുരിതകാലത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ചരിത്രപരമായ കരാറിന് അംഗീകാരം. വെടിനിർത്തലിനും ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയക്കാനുമാണ് ധാരണയായിരിക്കുന്നത്. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെ ഈജിപ്ത്, ഖത്തർ മധ്യസ്ഥർ മാസങ്ങളോളം നടത്തിയ സന്ധി സംഭാഷണത്തിനൊടുവിലാണ് കരാർ ഇരുപക്ഷവും അംഗീകരിക്കുന്നത്. ഈ മാസം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് തൊട്ടു മുൻപാണ് കരാർ എന്ന സവിശേഷതയുമുണ്ട്. പശ്ചിമേഷ്യയെ പിടിച്ചുകുലുക്കിയ 15 മാസത്തെ യുദ്ധത്തിന് അവസാനം കുറിക്കുന്ന നിർണായക ചുവടുവെപ്പായിരുന്നു കരാർ. 2023 ഒക്ടോബർ മാസത്തിൽ ആരംഭിച്ച യുദ്ധത്തിൽ നിന്നും പശ്ചിമേഷ്യ കരകയറുമ്പോൾ യൂറോപ്പിനെ കുഴക്കിയ റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന്റെ ഭാവി എന്തായിരിക്കും? നമുക്ക് നോക്കാം. യുദ്ധത്തിനിടെ പിടിക്കപ്പെട്ട റഷ്യ-ഉക്രൈൻ ജയിലുകളിൽ കഴിയുന്ന 50 തടവുകാർക്ക് യുടെ മധ്യസ്ഥതയിൽ മോചനം നൽകിയിട്ടുണ്ട്. 25 ഉക്രൈൻ തടവുകാരെ റഷ്യയും 25 റഷ്യൻ തടവുകാരെ ഉക്രൈനും കൈമാറിയിട്ടുണ്ട്. ഇതുൾപ്പെടെ യുടെ ഇടപെടലിലൂടെ വിവിധ ഘട്ടങ്ങളായി മൊത്തം 2583 തടവുകാർക്കാണ് മോചനം ലഭിച്ചിരിക്കുന്നത്. മധ്യസ്ഥ ശ്രമങ്ങളുമായി സഹകരിച്ച് ഇരു രാജ്യങ്ങളെയും വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ-ഉക്രൈൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. ഖത്തറായിരുന്നു ഗാസ ഇസ്രയേൽ വിഷയത്തെ രമ്യതയിൽ പരിഹരിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഇവിടെ നിൽക്കുന്നത് ആണ്. പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്ന് ആരാഗ്രഹിച്ചാലും വേണ്ട പിന്തുണ അമേരിക്കയുടേതാണ്. അമേരിക്കയിൽ നടക്കുന്ന ഭരണമാറ്റവും ഇവിടെ ശ്രദ്ധേയമാണ്. ഇത്ര നാളും യുദ്ധത്തെ വളർത്തിയെടുത്ത അമേരിക്ക തന്നെ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നുവെങ്കിൽ നമുക്ക് വ്യക്തമാണ് മാറിയ നേതൃത്വമാണ് അമേരിക്കയുടെ തീരുമാനത്തിന് പിന്നിൽ. ട്രംപ് വരും യുദ്ധം അവസാനിപ്പിക്കുമെന്ന ഘട്ടത്തിലേക്കാണ് ആഗോള രാഷ്ട്രീയം പോകുന്നത്. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന് ട്രംപിന്റെ നിലപാട് കൂടിയാകുമ്പോൾ റഷ്യ-ഉക്രൈൻ യുദ്ധവും അവസാനിക്കും. റഷ്യ-ഉക്രൈൻ യുദ്ധമാണ് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന് എന്നറിയാമല്ലോ. പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകൂടം ഉക്രൈന് കാര്യമായ സൈനിക സാമ്പത്തിക പിന്തുണ നൽകിയപ്പോൾ മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം പരിഹരിക്കുന്നതിന് ബദൽ സമീപനം നിർദ്ദേശിച്ചുകൊണ്ടേയിരുന്നു. ബൈഡൻ ഇറങ്ങി ട്രംപ് വരുമ്പോൾ അതിന്റെ സൂചനകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. റഷ്യയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിക്കാമെന്ന ധാരണയിലാണ് നിൽക്കുന്നത്. പുതിന് വേണ്ടത് ലളിതമായ ഒരു കാര്യമാണ്. നാറ്റോ സഖ്യത്തിൽ ഉക്രൈൻ ചേരരുത്. അതിനുവേണ്ടി അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റഷ്യ-ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ പദ്ധതി അമേരിക്കൻ ഫസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ ദീർഘകാല രാഷ്ട്രീയത്തിന്റെ തത്വചിന്തയെ ചുറ്റിപ്പറ്റി ഉള്ളത് തന്നെയാണ്. റഷ്യ-ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ വീക്ഷണത്തെക്കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. വിദേശ നയത്തോടുള്ള തന്റെ സമീപനം അമേരിക്കൻ ശക്തി നിലനിർത്തുന്നതിലും US താൽപര്യങ്ങളെ നേരിട്ട് ബാധിക്കാതെ സംഘർഷങ്ങളിൽ അനാവശ്യമായ ഇടപെടൽ ഒഴിവാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. റഷ്യ-ഉക്രൈൻ യുദ്ധം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് അത് അമേരിക്കയാണ് എന്ന വസ്തുതയാണ്. റഷ്യ എന്ന വലിയ രാജ്യത്തെ തള്ളി താഴെയിടാനോ അവരോട് പൊരുതാനോ ഒന്നും തന്നെ ശേഷിയില്ലാത്ത ഉക്രൈന്റെ കയ്യിൽ വലിയ ആയുധങ്ങൾ നൽകി യുദ്ധത്തിന് ഇന്ധനം പകരുന്നതിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ പങ്ക് ഒന്നെടുത്തു പറയേണ്ടത് ഒന്ന് തന്നെയാണ്. എന്നാൽ ട്രംപ് വരുന്നതോടെ കഥയും കളിയും മാറും. അതുതന്നെയാണ് ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്നത്. ട്രംപിന്റെ വാക്കുകൾ പലപ്പോഴും അമേരിക്കയുടെ സാമ്പത്തികവും സൈനികവുമായ ശക്തിക്ക് അനുകൂലമായ കരാറുകൾ ഉണ്ടാക്കാൻ ഊന്നുന്നതാണ്. താൻ പ്രസിഡന്റായാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ടുള്ള ചർച്ചകളിലൂടെ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കാമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ നിർദ്ദിഷ്ട തന്ത്രം സൂചിപ്പിക്കുന്നത് ഇരുപക്ഷത്തെയും ഒരു വെട്ടുവീഴ്ചയിലേക്ക് തള്ളിവിടാൻ US സാമ്പത്തിക ഭൗമരാഷ്ട്രീയ ശക്തിയെ സ്വാധീനിക്കുന്നു എന്നാണ്. പ്രത്യേകിച്ചും ആവശ്യമെങ്കിൽ ഉക്രൈനുള്ള സാമ്പത്തിക അല്ലെങ്കിൽ സൈനിക സഹായം നിർത്തലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ റഷ്യയിൽ സമ്മർദ്ദം ചെലുത്താൻ നാറ്റോയ്ക്കും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കും മേൽ അമേരിക്ക സ്വാധീനം ഉപയോഗിച്ചും അത് നടപ്പിലാക്കുക എന്നത് ട്രംപിന് നിഷ്പ്രയാസം സംഭവിക്കുന്നത് തന്നെയാണല്ലോ. എന്തൊക്കെയായിരിക്കും റഷ്യ-ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇനി പറയുന്നത്. പുതിനുമായുള്ള നേരിട്ടുള്ള ചർച്ചയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ മാർഗം. വ്ളാഡിമിർ പുതിനുമായി വ്യക്തിപരമായി ബന്ധം ഒരു ഇടനിലക്കാരന്റെ ആവശ്യകതയില്ലാതെ തന്നെ ട്രംപിന് സംസാരിക്കാമെന്ന മാർഗം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുതന്നെയാണ് ട്രംപിന്റെ ആത്മവിശ്വാസവും. പുതിന്റെ നേതൃത്വത്തെ അദ്ദേഹം പലപ്പോഴും പ്രശംസിക്കുകയും ഒത്തുതീർപ്പ് സുഗമമാക്കുന്നതിന് തന്റെ ബന്ധം ഉപയോഗിക്കാമെന്ന് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ സമീപനം നേരിട്ടുള്ള മുഖാമുഖ നയതന്ത്രത്തെ സൂചിപ്പിക്കുന്നുമുണ്ട്. അവിടെ അദ്ദേഹം വെടിനിർത്തലിൽ അല്ലെങ്കിൽ സമാധാന ഉടമ്പടി പ്രോത്സാഹിപ്പിക്കുന്നതിന് US നേതാവെന്ന നിലയിൽ തന്റെ സ്വാധീനം ഉപയോഗിക്കുക തന്നെ ചെയ്യും.
സംഘർഷത്തിൽ യുഎസിന്റെ പങ്കാളിത്തം കുറയ്ക്കുക എന്നതാണ് അടുത്ത വഴി. ഉക്രൈന് കാര്യമായ സൈനിക സഹായം ഉൾപ്പെടെയുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ നയവുമായി ട്രംപിന്റെ പദ്ധതി തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്കൻ സുരക്ഷയെ നേരിട്ട് ബാധിക്കില്ലെന്ന് അവകാശപ്പെടുന്ന ഒരു സംഘട്ടനത്തിൽ യുഎസിന്റെ ജീവനും വിഭവങ്ങളും ബലിയർപ്പിക്കരുത് എന്ന് വാദിച്ച് ട്രംപ് ഉക്രൈനുള്ള സൈനിക സഹായം കുറയ്ക്കണോ നിർത്താനോ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. റഷ്യക്കെതിരായ ഉപരോധങ്ങളും സമ്മർദ്ദവും കൂടുതൽ ഏർപ്പെടുത്തി സമ്മർദ്ദം ചെലുത്തുകയായും യുഎസിന്റെ അടുത്ത വഴി. യുഎസിന്റെ ഇടപെടൽ കുറയ്ക്കാൻ ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും റഷ്യയുടെ ആക്രമണം തുടരുകയാണെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങളും മറ്റ് സമ്മർദ്ദങ്ങളും ഉപയോഗിക്കാനും അദ്ദേഹം തയ്യാറായേക്കും. തന്റെ അമേരിക്ക ഫസ്റ്റ് തത്വചിന്തയ്ക്ക് അനുസൃതമായി റഷ്യയെ ചർച്ചാമേശയിലേക്ക് നിർബന്ധിക്കുന്നതിന് യുഎസ് അതിന്റെ സാമ്പത്തിക സ്വാധീനം പ്രയോജനപ്പെടുത്തുമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഊർജ്ജ വിതരണത്തെ വളരെയധികം ആശ്രയിക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികളുമായുള്ള പിരിമുറുക്കം വർദ്ധിപ്പിക്കുന്നത് ഒഴിവാക്കാൻ ഇത് ശ്രദ്ധാപൂർവ്വം ശ്രമിക്കും. യൂറോപ്യൻ ഉത്തരവാദിത്തമാണ് അടുത്ത കാര്യം. ട്രംപിന്റെ സമീപനത്തിന്റെ മറ്റൊരു കേന്ദ്ര ഘടകം യൂറോപ്യൻ രാജ്യങ്ങളെ സംഘർഷത്തിൽ കൂടുതൽ പങ്കുവയ്ക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഉക്രൈൻ പ്രതിരോധത്തിൽ വേണ്ടത്ര സംഭാവന നൽകാത്തതിന് നാറ്റോ സഖ്യകക്ഷികളെ അദ്ദേഹം വിമർശിക്കുകയും സംഘർഷം പരിഹരിക്കുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ മുൻകൈയെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുമായുള്ള ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും സാമ്പത്തിക ബന്ധവും കാരണം യൂറോപ്പിന് യുദ്ധത്തിൽ കൂടുതൽ പങ്കാളിത്തമുണ്ടെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. യുഎസ് വിദേശ നയത്തെ അനുകൂലിക്കുന്നവരെ ആകർഷിക്കുന്ന ട്രംപിന്റെ പദ്ധതി വിവിധ കോണുകളിൽ നിന്ന് വിമർശനത്തിനും ഇടയാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമീപനം റഷ്യൻ ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക സമഗ്രതയെ ചുറ്റിപ്പറ്റിയുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിമർശകർ പറയുന്നു. കൂടാതെ പുതിനുമായുള്ള ട്രംപിന്റെ അടുത്ത ബന്ധം യുഎസ് താൽപര്യങ്ങളെ ദുർബലപ്പെടുത്തുകയും റഷ്യയ്ക്ക് അനാവശ്യ ഇളവുകൾ നൽകുകയും ചെയ്യുമോ എന്ന് വിമർശകർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ഉക്രൈനുള്ള യുഎസ് പിന്തുണ കുറയ്ക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശം റഷ്യൻ മുന്നേറ്റങ്ങളെ ചെറുക്കുന്നതിന് അമേരിക്കൻ സഹായത്തെ വളരെയധികം ആശ്രയിക്കുന്ന ഉക്രൈൻ തിരിച്ചടിയാകാൻ സാധ്യതയുള്ളതായി ചിലർ വിലയിരുത്തുന്നു. സൈനിക പിന്തുണ നിർത്തുന്നത് ഉക്രൈന്റെ നിലയെ ദുർബലപ്പെടുത്തുമെന്ന് വിരോധികൾ വാദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റഷ്യ കിഴക്കൻ പ്രദേശങ്ങളിൽ അധിനിവേശം തുടരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ പറയുന്നത്. ഇതിനിടയിലാണ് മറ്റൊരു സംഭവം കൂടി നടക്കുന്നത്. റഷ്യയുടെ അതിർത്തി കടന്ന് കുസ് മേഖലയിലേക്കുള്ള ഉക്രൈന്റെ കടന്നുകയറ്റവും റഷ്യൻ ഗ്യാസ് കേന്ദ്രത്തിനു നേർക്ക് ഉയർത്തിയ ഭീഷണിയുമെല്ലാം ഇപ്പോൾ ഉക്രൈൻ നേർക്ക് തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു. 2022 സെപ്റ്റംബറിൽ ബാൾട്ടിക് കടലിലെ നോർഡ് സ്ട്രീം അണ്ടർ വാട്ടർ ഗ്യാസ് പൈപ്പ് ലൈനുകളിൽ ബോംബാക്രമണം നടത്തിയതിനു ശേഷം അമേരിക്കയുടെ വാക്കും കേട്ട് ടർക്ക് സ്ട്രീം ഗ്യാസ് പൈപ്പ് ലൈൻ ലക്ഷ്യമിടാനൊരുങ്ങിയ ഉക്രൈന് നല്ല തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയത്. റഷ്യയിലെ ക്രാസ്നോദർ മേഖലയിലെ ഗൈക്കോട്സോർ ഗ്രാമത്തിന് സമീപമുള്ള ഗ്യാസ് കമ്പൽസർ സ്റ്റേഷനിൽ 9 കാമിക്കേസ് ഡ്രോണുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസങ്ങളായി ഉക്രൈൻ നടത്തിയ ആക്രമണം റഷ്യ പൊട്ടിച്ച് കയ്യിൽ കൊടുത്തു. കരിങ്കടലിലൂടെ തുർക്കിയിലേക്കും മറ്റ് നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും റഷ്യ പ്രകൃതിവാതകം എത്തിക്കുന്ന ടർക്ക് സ്ട്രീം പൈപ്പ് ലൈനിന്റെ പ്രവർത്തനത്തിന് നിർണായക പങ്കുവയ്ക്കുന്ന കേന്ദ്രം കൂടിയാണിവിടം. ആക്രമണത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ആക്രമണത്തിന് പിന്നാലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. യൂറോപ്പിന്റെ ഊർജ്ജ സുസ്ഥിരതയെ തകർക്കുന്ന നടപടികളെ അമേരിക്ക പ്രോത്സാഹിപ്പിക്കുന്നതായും ലാവ്റോവ് ആരോപിക്കുകയുണ്ടായി. ഉക്രൈനെ മുൻനിർത്തി യൂറോപ്യൻ യൂണിയന്റെ ഊർജ്ജക്ഷേമത്തെ നശിപ്പിക്കുന്ന ഭീകരാക്രമണങ്ങൾ നടത്താനാണ് അമേരിക്ക പദ്ധതിയിടുന്നതെന്നും ലാവ്റോവ് കുറ്റപ്പെടുത്തിയിരുന്നു. രാജ്യത്ത് കയറിക്കളിച്ച ഉക്രൈനും അമേരിക്കയ്ക്കും ഇപ്പോൾ ഉക്രൈന്റെ സൈനിക വ്യാവസായിക സമുച്ചയത്തെ പോഷിപ്പിക്കുന്ന ഉക്രൈനിലെ ഗ്യാസ് എനർജി സമുച്ചയങ്ങൾക്കെതിരെ സംയുക്ത ആക്രമണം നടത്താനാണ് റഷ്യ മറുപടി കൊടുത്തിരിക്കുന്നത്. എന്തായാലും ട്രംപിന്റെ വരവ് വെറുതെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു. കാരണം ട്രംപ് ഒരു നയതന്ത്ര വിദഗ്ധനും അതുപോലെ തന്നെ മികച്ച ബിസിനസ്സുകാരനുമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയേക്കും. പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിക്കുമ്പോൾ എല്ലാവരും നോക്കുന്നത് നമ്മുടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്കാണ്. അതും ഉടനെ തന്നെ അവസാനിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമന്റിൽ കുറിക്കുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.